മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ റാഗി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. റാഗി വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഈ റാഗിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തെടുത്ത് വെച്ചിരുന്ന പൊടിയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇനി റാഗി നമുക്ക് കുതിർത്തി അരച്ച് എടുത്തിട്ടാണെങ്കിലും ഇത് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഗീ ചേർക്കണമെന്നില്ല, ചേർക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അതൊക്കെ ചേർക്കുമ്പം നല്ല ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിനൊന്ന് കലക്കിയെടുക്കാം. ഞാനിതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇതിൽ കാൽസ്യവും അയണും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഷുഗർ കുറയുന്നതിനും അമിതവണ്ണം കുറയുന്നതിനുമൊക്കെ റാഗി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. റാഗിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണം എന്നുള്ളവർക്ക് അത് കാണാം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒന്നുകൂടി ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് പാകത്തിന് നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒന്നാമത് നമ്മളിത് ഹെൽത്തിയാണ്. മുട്ടയും കൂടി ചേർക്കുമ്പം അത് മാത്രമല്ല, നമ്മൾ റാഗി കൊണ്ട് മാത്രമായിട്ടൊരു ദോശ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ബൈൻഡായിട്ട് കിട്ടുകയും ചെയ്യും. മുട്ടയും കൂടി ചേർക്കുമ്പം ഇത് കുറച്ചും കൂടി ടേസ്റ്റിയുമായിരിക്കും. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ റാഗിപ്പൊടിയും വെള്ളവും മുട്ടയും ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്, അല്പം മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ചെറിയൊരു കഷ്ണം തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ സവാളയുടെ ഒരു പകുതി എടുത്ത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയതും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഓരോ ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് ഈ റാഗി മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ, ഇനി അതും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തവർക്ക് ലഞ്ചിൻ്റെ സമയത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കി കഴിക്കാം. എപ്പോൾ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചൂടായ ദോശപ്പാനിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്താം. ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഗീ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഗീ ഇഷ്ടമല്ലാത്തവർ അല്പം കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരല്പം ഗീ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഗീ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. തിരിച്ച് മറിച്ചിട്ട് 1 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഒരു റാഗി ദോശ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്.
നമ്മൾ ദോശ തയ്യാറാക്കുന്ന പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറച്ചിട്ട് വേണം പിന്നീട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഒഴിക്കുന്ന ദോശയുടെ മാവ് നമുക്ക് പരത്താൻ പറ്റത്തില്ല, അതിൽ കട്ട കൂടിയിരിക്കും. അപ്പോൾ ഞാനത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് ചൂട് കുറച്ചതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ റാഗിയുടെ മാവ് എപ്പോഴും ദോശ തയ്യാറാക്കാനായിട്ട് എടുക്കുമ്പം നന്നായിട്ട് തവി വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം കോരി എടുക്കാനായിട്ട്. റാഗിയുടെ പൊടിയെല്ലാം കൂടെ അടിയിൽ പോയിട്ട് കട്ട കൂടിയിരിക്കും, വെള്ളം മാത്രമായിരിക്കും മുകളിലുണ്ടാവുക. അതുകൊണ്ട് എപ്പോഴും മാവ് എടുക്കുമ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. നമ്മളിതിപ്പോൾ ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരല്പം ഗീ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റാഗി ദോശ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത് 1 കപ്പും 2 ടേബിൾ സ്പൂണുമാണ്. അത് നമ്മൾ എടുക്കുന്ന പൊടി ആ വറുത്തതിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കലക്കിയെടുക്കാനായിട്ട്. ഈ അളവിൽ തന്നെ വെള്ളം ആദ്യമേ ഒരുമിച്ച് ഒഴിക്കരുത്. ഇന്നത്തെ റാഗിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.